ഇതാണ് എന്തായാലും എവിക്ഷൻ ഉണ്ടാവും. എവിക്ഷൻ ഉണ്ടാവണമല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയാണ് ഇപ്പോൾ നിലവിൽ എവിക്റ്റ് ആയിട്ടുള്ളത്? ഇഷ്യൂ നമ്മുടെ സുരേഷ് എവിക്റ്റായി, രതീഷ് എവിക്റ്റായി, സിജോയും ഇവരും പോയി. ആര്? റോക്കിയും പോയി. പിന്നെ ആരെ മുന്നേ എവിക്റ്റായിക്കണേ? ഷിജോക്ക് വയ്യാത്ത എൻ്റെ ഓർമ്മയിൽ ഇത്രയും വിഷയം നടന്നിട്ടുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കും. മനുഷ്യന്മാരല്ലേ, മറക്കുമല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ വിഷു ആയതുകൊണ്ട് അങ്ങനെ ഒരു എവിക്ഷൻ ഉണ്ടായില്ല. ഇത്തവണ എവിക്ഷൻ ഉണ്ട്. ഇത്തവണത്തെ എവിക്ഷനിൽ ഐ പേഴ്സണലി ബിലീവ് ജാൻമണി എവിക്റ്റ് ആവണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻമണി ആസ് എ കണ്ടസ്റ്റൻ്റ് അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ചെറുതൊന്നുമില്ല. ആളെ ഒന്നും പറയാൻ പാടില്ല. ആൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആൾ പിന്നെ സൈക്കോ പോലെയാണ്. ഒച്ചപ്പാടുണ്ടാക്കുന്നു, ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, തലകറങ്ങി വീഴുന്നു, അർജുൻ എടുത്തുകൊണ്ട് പോകുന്നു, അപ്പോൾ ഐബോൾ അനങ്ങുന്നു. ഒരിക്കലും തലകറങ്ങി വീഴുന്ന ഒരു വ്യക്തിക്ക് ഐബോൾ അനക്കാനോ ബോഡി വെയിറ്റോ ഉണ്ടാവില്ല. ലൈക്ക് ബലം പിടിച്ച് നിൽക്കത്തില്ല. തളർന്നു പോകുമ്പോൾ ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും. നമ്മൾ സ്റ്റിഫായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അതായത് കറങ്ങി വീണതായിട്ട് അഭിനയിച്ചാൽ, കഴിഞ്ഞ തവണ സീസണിൽ ഒരാളുണ്ടായിരുന്നു അങ്ങനെ തലറങ്ങി വീണിട്ട് അഭിനയിച്ചിട്ട്. അത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കുകയും ചെയ്തു. ഡോക്ടർ പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണെന്ന് ചോദിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ആസ്ഥാന അഭിനേത്രി ആയതുകൊണ്ട് തന്നെ അതവിടെ 8 നിലയിൽ പൊളിയുകയും ചെയ്തു. നിങ്ങൾക്ക് ആ ആളെ കണ്ടസ്റ്റൻ്റെ പേര് ഞാനിപ്പോൾ എടുത്തിരുന്നില്ല, കാരണം അത് കഴിഞ്ഞ കാര്യം ആയതുകൊണ്ട് തന്നെ. പക്ഷേ ആ കണ്ടസ്റ്റൻ്റ് ചെയ്തൊരു സംഭവത്തിന് ഞാനിവിടെ ഒന്ന് നിങ്ങളെല്ലാവരിലേക്കും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം പ്രാക്ക് ഒരു ഹെൽത്തി കോൺട്രിബ്യൂഷൻ സംഭവങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല. ഈഗോസ്റ്റിക്കാണ്. ബിസിനസ് ക്ലാസ്, ട്രാവൽ, പിന്നെ 3rd ക്ലാസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഇരുത്തുന്നു. അത് കഴിഞ്ഞ് പ്രാക്കിൻ്റെ കാര്യത്തെ പറ്റി സംസാരിച്ചതിന് ശേഷം എഗെയിൻ നോറായിട്ടുള്ള ഒരു ഇഷ്യൂവിൽ പറയുന്നുണ്ട് ഐ വിൽ ഫിനിഷ് എ ലൈഫ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻ്റ് അതിൻ്റെ ഉള്ളിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജാൻമണി പോന്നോട്ടെ, വീട്ടിലിരുന്ന് കാണാമല്ലോ. ഇനിയിപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ജാൻമണിക്ക് വീട്ടിലിരുന്നൊരു കാര്യങ്ങൾ കാണാം. അത് കഴിഞ്ഞ് പതുക്കെ വർക്കിന് പോവാം. പിന്നെ ഡൗട്ടുള്ളത് ശ്രീരേഖ അല്ലെങ്കിൽ ശരണ്യയാണ്. കമ്പാരിറ്റീവ്ലി വെച്ച് നോക്കുമ്പോൾ ഇവരിൽ ആരെങ്കിലും ചാൻസ് ഉണ്ട്. പക്ഷേ ജാൻമണിയുടെ ചാൻസ് 99.1% ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.